ഗൾഫ് രാജ്യങ്ങളിലേക്ക് വ്യോമാക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇറാൻ. ബഹ്റൈനിലെ മുഹറാഖ് നഗരത്തിൽ ഡ്രോൺ അവശിഷ്ടം വീണ് ഒരു യൂണിവേഴ്സിറ്റി കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിച്ചു. 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് വിവരം. ഒരു ശുദ്ധജല പ്ലാന്റും തകർന്നു. കുവൈറ്റിൽ 2 സുരക്ഷാ ജീവനക്കാർ കൊല്ലപ്പെട്ടു. ഡ്രോൺ ആക്രമണത്തിൽ കുവൈറ്റ് വിമാനത്താവളത്തിന് സമീപത്തും പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ സോഷ്യൽ സെക്യൂരിറ്റി കെട്ടിടത്തിലും തീപിടുത്തമുണ്ടായി. ദുബായിലും ഡ്രോൺ അവശിഷ്ടം വീണ് ഒരു മരണം റിപ്പോർട്ട് ചെയ്തു. സൗദി അറേബ്യയും കുവൈറ്റും നിരവധി മിസൈലുകൾ പ്രതിരോധിച്ചു. അതേസമയം തന്റെ വാക്കുകൾ ശത്രുക്കൾ തെറ്റായി വ്യാഖ്യാനിച്ചതാണെന്നും ഇറാനെ ആക്രമിച്ചാൽ എവിടേക്കാണെങ്കിലും പ്രത്യാക്രമണം ഉണ്ടാകുമെന്നും പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ വ്യക്തമാക്കി. مجددا خدمت مردم عزیز کشورمون عرض سلام و ارادت داریم و از مردم عزیز کشورمون که با قدرت، با صلابت و با شور و شوقی که در صحنه دارن دشمنان ما رو دارن ناامید میکنن قدردانیم. گفتگوهایی که ما دیروز داشتیم گویا تصوراتی رو که دشمن ازش برداشت کرده تصورات خامی بوده. دشمن دلش میخواد ما با کشورهای اسلامی در جنگ باشیم، اختلاف بین ما و کشورها ایجاد بکنه. بارها و بارها گفتیم و نیت و هدف مقام معظم رهبری این بوده ما با کشورهای همسایه خودمون برادریم، باید ارتباطاتمون خوب باشه. اما اتفاقی که داره رخ میده اینه که از هر کشوری بخوان به خاک ما حمله کنن و تجاوز کنن، طبیعتا ما مجبوریم جواب اونا رو بدیم و این چیزی رو که میخوایم جوابشون رو بدیم معنیش این نیست که ما با او کشور دعوا داریم، معنیش این نیست که ما خدایی نکرده میخوایم مردم اونجا رو ناراحت بکنیم بالاجبار، چون به ما حمله کردن مجبوریم جوابشون رو بدیم و هر مقدار این فشاری که اینا وارد میکنن بیشتر باشه قدرت برخورد ما طبیعتا بیشتر خواهد بود. അജയ് സുധാ ബിജു ഉണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന്. അജയ്, ക്ഷമാപണത്തിന് പിന്നാലെ ആക്രമണം കടുപ്പിക്കുന്ന ഇറാനെയാണ് കണ്ടത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പെഷസ്കിയാൻ പറഞ്ഞതും സൈനിക നേതൃത്വത്തിനും ഇടയിൽ വലിയ ഭിന്നതകളുണ്ട് എന്നതിന്റെ വിവരങ്ങൾ കൂടി വന്നിരുന്നു. അതിൽ വ്യക്തത വരുത്തുകയാണ് ഇപ്പോൾ പെഷസ്കിയാൻ ചെയ്തിരിക്കുന്നത്. എന്താണ് ഗൾഫ് രാഷ്ട്രങ്ങളിൽ നടക്കുന്നത്? ഈ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ വാക്കുകളെ സംബന്ധിച്ച് പലതരം ഒരു അഭ്യൂഹങ്ങൾ അത് കഴിഞ്ഞ ദിവസം തന്നെ വന്നിരുന്നു. അതായത് പെസഷ്കിയാൻ ഉദ്ദേശിച്ചത് ഇത്തരത്തിൽ അയൽ രാജ്യങ്ങളിലേക്ക് ആക്രമണം നടത്തില്ല എന്നല്ല, ഇനി തങ്ങൾക്ക് നേരെ ആക്രമണം നടത്താതിരുന്നാൽ ഈ അയൽരാജ്യങ്ങളെ ഇനി ആക്രമിക്കില്ല എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നുള്ള തരത്തിൽ ഇന്നലെ തന്നെ പല വ്യാഖ്യാനങ്ങളും വന്നിരുന്നു. അതിനുശേഷം ഇപ്പോൾ പെസഷ്കിയാൻ തന്നെ വ്യക്തമാക്കുകയായിരുന്നു തങ്ങൾ ഇത്തരമൊരു തൻ്റെ വാക്കുകളെ ശത്രുക്കൾ വളച്ചൊടിക്കുകയായിരുന്നു ചെയ്തത്. പല അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും തൻ്റെ വാക്കുകൾ വേറൊരു തരത്തിൽ വ്യാഖ്യാനിച്ച് പോവുകയായിരുന്നു. താൻ അയൽരാജ്യങ്ങളിലെ US ബേസുകളെ ആക്രമിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. തങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അത് അയൽരാജ്യങ്ങളിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ എവിടെ നിന്നാണെങ്കിലും തിരിച്ചടി ഉണ്ടാകും എന്ന് തന്നെയാണ് താൻ വ്യക്തമാക്കിയത് എന്ന് അദ്ദേഹം ഇന്ന് ഒരിക്കൽ കൂടി പറയുന്നുണ്ട്. അതുപോലെ തന്നെ പശ്ചിമേഷ്യയിലുള്ള തങ്ങളുടെ മറ്റ് സുഹൃത്ത് രാജ്യങ്ങളുമായിട്ടുള്ള തങ്ങളുടെ ബന്ധം വഷളാക്കാൻ വേണ്ടിയിട്ട് ശത്രുക്കൾ മനഃപൂർവ്വം ഓരോ വ്യാഖ്യാനങ്ങൾ വരുത്തുന്നതായിട്ടും പെസഷ്കിയാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ ഇറാൻ ഇന്ന് രാവിലെ മുതൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണം കൂടുതൽ കടുപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ബഹ്റൈനിലും കുവൈറ്റിലുമാണ് ഏറ്റവും കൂടുതൽ ആക്രമണം ഇറാൻ നടത്തിയിട്ടുള്ളത്. അതിൽ നോക്കുകയാണെങ്കിൽ ബഹ്റൈനിലുള്ള മുഹറാഖ് നഗരത്തിൽ ഒരു യൂണിവേഴ്സിറ്റി കെട്ടിടത്തിൽ ഡ്രോൺ അവശിഷ്ടം വീണ് 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ ബഹ്റൈനിൽ ഒരു ശുദ്ധജല പ്ലാന്റിന് ഒരുപാട് കേടുപാടുകൾ പറ്റുന്ന ഒരു അവസ്ഥയും ഉണ്ടായി. ഇത് തീർച്ചയായിട്ടും ഇറാനിലെ ഒരു ശുദ്ധജല പ്ലാന്റിന് നേരെ, ഇറാനിൽ ഹോർമുസ് കടലിടുക്കിന് സമീപത്തുള്ള ഒരു ശുദ്ധജല പ്ലാന്റിന് നേരെ US ആക്രമണം നടത്തിയിരുന്നു. അപ്പോൾ ഇതിന് പ്രതികാരമായാണ് ഈ ആക്രമണം നടന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഉള്ളത്. ഈ ഇറാനിലുള്ള ഈ ശുദ്ധജല പ്ലാന്റിന് നേരെ ആക്രമണം നടത്തിയത് കാരണം 30 ഗ്രാമങ്ങളിലേക്കുള്ള കുടിവെള്ളം തടസ്സപ്പെട്ടതായിട്ടാണ് ഇറാനിയൻ ഭരണകൂടം വ്യക്തമാക്കിയിരുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ പൊതുവെ ഈ ശുദ്ധജലം ഈ ജലം ശുദ്ധീകരിക്കാനുള്ള ഇത്തരം ശുദ്ധജല പ്ലാന്റുകളെല്ലാം വ്യാപകമായുണ്ട്. 90% ജലവും അവർ ഉപയോഗിക്കുന്നത് ഇത്തരത്തിലാണ്. എന്തായാലും കുവൈറ്റിൽ ഉണ്ടായിട്ടുള്ള ഈ ആക്രമണവും അത് കടുത്ത ജലപ്രതിസന്ധി തന്നെ മേഖലയിൽ ഉണ്ടാക്കും എന്ന് തന്നെയാണ്
നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ കുവൈറ്റിൽ 2 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു എന്നുള്ള ദുഃഖകരമായിട്ടുള്ള വിവരങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഇറാൻ ആക്രമണത്തിൽ മേഖലയിൽ കടുത്ത തീപിടുത്തമുണ്ടായിരുന്നു. ഈ തീ കെടുത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് 2 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റത്. ഇന്ന് രാവിലെ ഉണ്ടായിട്ടുള്ള ഡ്രോൺ ആക്രമണത്തിൽ കുവൈറ്റ് എയർപോർട്ടിന് സമീപവും അതുപോലെ തന്നെ കുവൈറ്റ് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ സോഷ്യൽ സെക്യൂരിറ്റി കെട്ടിടത്തിലും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ 2 ഇടത്തും കടുത്ത തീപിടുത്തം തന്നെ ഉണ്ടായി. ഈ സോഷ്യൽ സെക്യൂരിറ്റി കെട്ടിടം അത് നിന്ന് കത്തുന്ന ചില ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. അങ്ങനെ ഭീതിജനകമായിട്ടുള്ള കാഴ്ചകളാണ് ഇന്ന് കുവൈറ്റിൽ ചിലയിടത്ത് നിന്ന് കാണാൻ സാധിച്ചത്. ദുബായിൽ ഡ്രോണിൻ്റെ ഒരു അവശിഷ്ടം വീണ് പാകിസ്ഥാൻ സ്വദേശിയായിട്ടുള്ള ഒരാൾ മരിച്ചു എന്നുള്ള വിവരം ലഭിച്ചിട്ടുണ്ട്. ഇയാൾ ഒരു ഡ്രൈവറാണ്. ഇയാൾ കാറിൽ സഞ്ചരിക്കവെയാണ് ഇത്തരത്തിൽ ഡ്രോണിൻ്റെ അവശിഷ്ടം വീണ് ഇയാൾ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായത്. സൗദി അറേബ്യയും കുവൈറ്റും വ്യാപകമായി തന്നെ ഡ്രോണുകളും മിസൈലുകളും നശിപ്പിച്ചു എന്നുള്ള വിവരമുണ്ട്. ഈ 2 രാജ്യങ്ങളും 3 മിസൈലുകൾ വീതമാണ് ഇന്ന് മാത്രം ഇന്റർസെപ്റ്റ് ചെയ്ത് നശിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ വിമാന സർവീസുകൾ ഇപ്പോൾ ഭാഗികമായിട്ടാണെങ്കിലും പല രാജ്യങ്ങളിലും നടക്കുന്നുണ്ട്. ഖത്തറിൽ ദോഹയിൽ നിന്ന് ഷെഡ്യൂൾ ചെയ്തിരുന്ന 6 വിമാനങ്ങൾ ലണ്ടൻ, പാരീസ് ഉൾപ്പെടെയുള്ള പല നഗരങ്ങളിലേക്കുമുള്ള 6 വിമാനങ്ങൾ ഇന്ന് സുരക്ഷിതമായി ലാൻഡ് ചെയ്തു എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഇറാന് നേരെ ഇന്നുണ്ടായിട്ടുള്ള ആക്രമണങ്ങളെ ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ കടുത്ത ഭാഷയിൽ തന്നെ അപലപിച്ചിരിക്കുകയാണ്. അറബ് ലീഗ് യോഗവും ഇന്ന് ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം ഈ അറേബ്യൻ രാജ്യങ്ങളുടെ കടുത്ത പ്രസ്താവനകൾ ഇറാനെതിരെയും അതുപോലെ തന്നെ ഈ യുദ്ധം മേഖലയിൽ വ്യാപിപ്പിക്കുന്നതിനെതിരെ ചിലപ്പോൾ US-നെതിരെയും വരെ പ്രസ്താവനകൾ വന്നേക്കാം. അതുപോലെ തന്നെ ഇറാനും കടുത്ത നാശനഷ്ടങ്ങൾ തന്നെ ഈ ആക്രമണങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളിൽ ഇന്നലെ ടെഹ്റാൻ നഗരത്തിൽ കടുത്ത തീപിടുത്തങ്ങൾ ഉണ്ടായിരുന്നു. എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇന്നലെ ഇസ്രായേലും US-ഉം ആക്രമണം നടത്തിയത്. ഇതിൽ കനത്ത നാശനഷ്ടം തന്നെ ടെഹ്റാൻ നഗരത്തിൽ വന്നിരുന്നു. അതുപോലെ തന്നെ ഇറാനിലുള്ള ഇസ്ഫഹാൻ നഗരത്തിൽ ഉണ്ടായിട്ടുള്ള ആക്രമണത്തിൽ ഇറാന്റെ F-14 ഫൈറ്റർ ജെറ്റുകൾ തകർന്നതായിട്ട് വിവരമുണ്ട്. അതുപോലെ തന്നെ ഇറാന്റെ എയർ ഡിഫൻസ് സിസ്റ്റം അതുപോലെ തന്നെ മിസൈൽ ഡിറ്റക്ഷൻ സിസ്റ്റം ഇവ 2ഉം തകരാറിലായതായിട്ട് ഇസ്രായേൽ സേന അറിയിച്ചിട്ടുണ്ട്. അജയ്, ഇന്നലത്തെ ദിവസം വളരെ നിർണായകം എന്നതായിരുന്നു ട്രംപിന്റെ ഭീഷണി. സമ്പൂർണ്ണ നാശം എന്നതാണ് അമേരിക്ക ലക്ഷ്യമിടുന്നതെന്ന് ഇന്നലെ ട്രംപ് വ്യക്തമാക്കിയിരുന്നു. മാത്രവുമല്ല, യാതൊരു വിധത്തിലുള്ള ഉപാധിയുമില്ലാത്ത കീഴടങ്ങൽ എന്നതിലേക്ക് അമേരിക്ക കൂടുതൽ സമ്മർദ്ദം ശക്തമാക്കുന്നതും ഇന്നലെ നമ്മൾ കണ്ടു. ഇസ്രായേലിന് കൂടുതൽ ആക്രമണത്തിനുള്ള ആയുധങ്ങളും സഹായവും അമേരിക്ക എത്തിക്കുന്നതും കണ്ടു. അതിന്റെ ഭാഗമായിരുന്നു ഇന്നലെ ടെഹ്റാനിലെ ഈ എണ്ണ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയിട്ടുള്ള ആക്രമണം. അത് തുടരാനുള്ള തീരുമാനത്തിലേക്കാണോ ഇസ്രായേലും അമേരിക്കയും എത്തിയിട്ടുള്ളത്? തീർച്ചയായിട്ടും ഇസ്രായേലിന്റെ പ്രസ്താവന അനുസരിച്ച് ഇറാനിൽ കനത്ത നാശം വരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഈ ആക്രമണം ഇതുപോലെ തന്നെ ശക്തമായി തുടരും എന്നാണ്. US ഇതിന് ആവശ്യത്തിലധികം സഹായിച്ചിട്ടുണ്ട്. US-ന് ഇപ്പോൾ പ്രധാനമന്ത്രി നന്ദിയും അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പ്രധാനമായിട്ടും ഇറാന്റെ ഒരു രഹസ്യാന്വേഷണ വിഭാഗമാണ് ഖുദ്സ് സേന. ഇവരുടെ ഒരു 16 പോർ വിമാനങ്ങൾ നശിപ്പിച്ചതായിട്ട് വിവരമുണ്ട്. ഇവരുടെ 4 സൈനികരെ വധിച്ചതായിട്ടും ഇവരുടെ 4 സൈനികർ ഇപ്പോൾ ലെബനനിലായിരുന്നു. ലെബനനിൽ വെച്ച് ഈ 4 രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരെയും കൊലപ്പെടുത്തിയതായിട്ടും വിവരമുണ്ട്. അതുപോലെ തന്നെ ഇസ്ഫഹാനിൽ ഉണ്ടായിട്ടുള്ള സ്ഫോടനങ്ങളിൽ 11 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എണ്ണ സംഭരണ കേന്ദ്രങ്ങളിൽ ഉണ്ടായിട്ടുള്ള തീപിടുത്തത്തിൽ 4 മരണങ്ങളും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേലിലേക്കും ആക്രമണം പല ഭാഗത്തു നിന്നുണ്ട്. ഇറാനിൽ നിന്ന് മിസൈലുകൾ ഇസ്രായേലിലേക്ക് പോയിരുന്നു. അതുപോലെ തന്നെ ഹിസ്ബുള്ള സേന അവർ ഈ ലെബനനിൽ നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായിട്ട് ഇസ്രായേലിലേക്ക് മിസൈലുകളും അതുപോലെ തന്നെ റോക്കറ്റുകളും അയച്ചതായിട്ടാണ് പറയുന്നത്. ഇസ്രായേലിലെ ഒരു നഗരത്തിലടക്കം ഈ മിസൈലുകൾ പതിച്ചതായിട്ട് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ IRGC പ്രതിനിധികളുടെ ഭാഗത്ത് നിന്ന് ചില പ്രസ്താവനകൾ വരുന്നുണ്ട്. ഇതുകൂടി നിർണായകമാണ്. അതായത് IRGC പ്രതിനിധികൾ പറയുന്നത് തങ്ങൾക്ക് US-നോട് വേണമെങ്കിൽ ഇനിയും 6 മാസം ഇതേ തോതിൽ തന്നെ ആക്രമണം നടത്താനുള്ള ശേഷി ഇറാനിലുണ്ട്. ഇതുവരെ ഇറാൻ ഉപയോഗിച്ചത് ഫസ്റ്റ് ജനറേഷൻ മിസൈലുകളും സെക്കൻഡ് ജനറേഷൻ മിസൈലുകളും മാത്രമാണ്. ദീർഘദൂര അഡ്വാൻസ് ടെക്നോളജിയുള്ള ന്യൂ ജനറേഷൻ മിസൈലുകളും തങ്ങളുടെ പക്കലുണ്ട്. അത് തങ്ങൾ ഇതുവരെ യുദ്ധമുഖത്ത് ഉപയോഗിച്ചിട്ടില്ല. ഇനി 6 മാസവും ഇതേ തോതിൽ തന്നെ തങ്ങൾ യുദ്ധം തുടരും. വേണ്ടി വന്നാൽ ഇത്തരം അഡ്വാൻസ് വെപ്പൺസ് തന്നെ തങ്ങളെടുത്ത് ഉപയോഗിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്.
പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇറാനിലെ അടുത്ത പരമോന്നത നേതാവിൻ്റെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചും ചില വിവരങ്ങൾ ഇപ്പോൾ നിലവിൽ പുറത്തു വന്നിട്ടുണ്ട്. അതായത് അവരുടെ അസംബ്ലി ഓഫ് എക്സ്പേർട്സ് ആണ്, 88 അംഗങ്ങളുള്ള അസംബ്ലി ഓഫ് എക്സ്പേർട്സും പ്രസിഡന്റ് നേതൃത്വത്തിലുള്ള സമിതിയും ചേർന്നാണ് ഈ ഒരു പുതിയ പരമോന്നത നേതാവിനെ തെരഞ്ഞെടുക്കുന്നത്. ഈ അസംബ്ലി ഓഫ് എക്സ്പേർട്സിലുള്ള ഒരു അംഗമായിട്ടുള്ള ആയത്തുള്ള മുഹമ്മദ് മഹ്ദി മിർബാഗേരി നിലവിൽ പ്രതികരിച്ചിട്ടുള്ളത് ഈ പുതിയ നേതാവിനെ സംബന്ധിച്ച് അംഗങ്ങൾക്കിടയിൽ ഒരു ധാരണയായിട്ടുണ്ട്, ഒരു പൊതു അഭിപ്രായത്തിലേക്ക് നീങ്ങുന്നതായും ഇദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇറാനിൽ ചിലപ്പോൾ ഒരു പുതിയ പരമോന്നത നേതാവിനെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനവും ഉടൻ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും എന്തായാലും പുതിയ പുരോഹിതന്റെ പ്രഖ്യാപനം എന്നത് ഏറ്റവും അത്യാവശ്യം നടക്കേണ്ടുന്ന കാര്യമാണ് എന്നത് മതപുരോഹിതർ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയിട്ടുള്ള കാര്യമുണ്ട്. അത് വൈകുന്നത് ഒരു കീഴടങ്ങലായോ അല്ലെങ്കിൽ ഭയപ്പാടായോ ഉള്ള സന്ദേശം പുറമേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതൊക്കെ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് അത്തരമുള്ള നീക്കം ഇറാൻ കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ അതിന് കുറച്ച് വേഗം കൂട്ടിയിരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളതും. അജയ് സുധ ബിജു ആണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്.